3200 രൂപ വീതം ആളുകൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഡിസംബർ മാസത്തെ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 1600 രൂപയുടെ 2 ഗഡുക്കൾ ചേർത്ത് 3200 രൂപ വീതം ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലെ ഒരു ഗഡു ഡിസംബർ മാസത്തിലെയും മറ്റൊന്ന് കുടിശ്ശിക വരുത്തിയ പെൻഷന്റെ ഒരു ഗഡുവുമായിരിക്കും. അങ്ങനെയാണ് ഒരാൾക്ക് 3200 രൂപ വീതം ലഭിക്കുന്നത്. 55 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നവംബർ മാസം 6-ാം തീയതിയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ചായിരുന്നു നവംബർ മാസം നേരത്തെ തന്നെ പെൻഷൻ വിതരണം നടത്തിയത്. ഈ മാസം ക്രിസ്മസ് പ്രമാണിച്ചും നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആഴ്ചയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക സർക്കാർ കണ്ടെത്തുന്നത് വായ്പ എടുത്തിട്ടായിരിക്കും. ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി രൂപ കടമെടുക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിന്റെ ഇ-കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയും കടമെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 1225 കോടി രൂപയാണ് റിസർവ് ബാങ്ക് വഴി സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 17-നാണ് ഈ തുക റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത്. ഇത് പൂർത്തിയായാൽ ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് 2-3 ദിവസത്തിനകം തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി തുക കൈകളിൽ എത്തുന്നവർക്ക് 10 ദിവസം മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും ഈ വിതരണം പൂർത്തിയാവാൻ വേണ്ടി. 18-ാം തീയതിയൊക്കെ പെൻഷൻ തുക നൽകുന്നത് ആരംഭിച്ചാൽ മാത്രമേ ക്രിസ്മസിന് മുൻപായി പരമാവധി ആളുകളിലേക്ക് പെൻഷൻ തുക എത്തുകയുള്ളൂ. ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ ധനവകുപ്പിന്റെ പെൻഷൻ നൽകുന്നതിനുള്ള അറിയിപ്പ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. സാധാരണക്കാരായിട്ടുള്ള 1/2 കോടിയിലധികം വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ക്ഷേമ പെൻഷൻ. എന്നാൽ ഇപ്പോ അനർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ തുക കൈപ്പറ്റുന്നുണ്ട്. അവർക്കെതിരെയുള്ള അന്വേഷണങ്ങളും നടപടികളും സർക്കാർ നടത്തുന്ന ഒരു സമയം കൂടിയാണിത്. സർക്കാർ സർവീസുകളിൽ ഇരുന്നുകൊണ്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പെൻഷൻ റദ്ദാക്കാനും നേരത്തെ കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശയോടുകൂടി തിരിച്ചു വാങ്ങുന്നതിനുമുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പുറത്തിറക്കിയത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾ പെൻഷൻ കൈപ്പറ്റാൻ കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി ഉണ്ടാവുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അനർഹരായിട്ടുള്ളവർ പെൻഷൻ കൈപ്പറ്റിയാൽ അത് വാങ്ങിക്കുന്നവർക്കെതിരെ മാത്രമല്ല നടപടി ഉണ്ടാവുക, അത് നൽകാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി ഉണ്ടാവും. ഇനി പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്നവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ പെൻഷൻ നൽകാൻ പാടുള്ളൂ എന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ക്ഷേമ പെൻഷനുകൾ അനുവദിച്ച് കിട്ടണമെങ്കിൽ മാനദണ്ഡങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിച്ചിരിക്കണം. 3.5 കോടിയിലധികം ആളുകളുള്ള കേരളത്തിൽ 60 ലക്ഷത്തോളം പേർ 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പ്, ആദായ നികുതി വകുപ്പ്, റവന്യൂ വകുപ്പ് തുടങ്ങിയവയുടെ സഹായത്തോടെ അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരുന്ന ബജറ്റ് അവതരണത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അറിയിപ്പ് ഈ ആഴ്ച തന്നെ ലഭിക്കുന്നതാണ്. അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ ഷെയർ ചെയ്യുന്നതാണ്. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.